നേന്ത്രപ്പഴം ആരും കഴിക്കാതെ ഇരുന്ന് ഇങ്ങനെ തൊലി കറുത്ത് പോയത് കണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. നമുക്കിത് ഉപയോഗിച്ചൊരു പഴം കൊഴുക്കട്ട ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ പഴം എന്ത് ചെയ്യുക, ആവി കയറ്റി എടുക്കുക. ആവി കയറ്റി എടുത്തതിന് ശേഷം ആ പഴം ആറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ലപോലെ ഞെവടി ഉടയ്ക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി എന്ന് പറയുന്നത് എന്താണ്, നല്ല നമ്മുടെ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മൃദുവായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്ത ഒരു 3 പഴമാണ്. അത് ഞെവടി ഉടച്ചതിനകത്തോട്ട് ഞാനിപ്പം 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട്. പഴത്തിൽ ആവശ്യത്തിലുള്ള വെള്ളം നനവ് ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം നമുക്കിതിന് ആവശ്യമായിട്ട് മതി. അത് നമ്മൾ ആയതുകൊണ്ട് നമ്മളിതേ സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഞെവടി ഉടയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഒരു എണ്ണ തടവിയതിന് ശേഷം നമ്മളത് ഒന്ന് അടച്ചു വെക്കുക. ഇതിലേക്ക് മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് തേങ്ങ ചിരകിയതും 4-5 ഏലക്കായും 1 നുള്ള് ചെറിയ ജീരകവുമാണ് വേണ്ടത്. ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ഏലക്കയും തേങ്ങയും ചെറിയ ജീരകവും കൂടെ ചേർന്ന മിക്സ് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഞാൻ നേരത്തെ പാനിയാക്കി വെച്ചിരുന്നു. അത് അരിച്ചെടുത്ത പാനിയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഇത് നന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു ഒട്ടൽ വരുന്ന ഒരു നൂൽ പരുവൊന്നും വേണ്ട, അതിനേക്കാൾ മുന്നേ ഒരു സ്റ്റേജിൽ നമ്മളത് വാങ്ങി വെക്കുക. അതിനുശേഷം ഈ പഴം ഞെവടി ഉണ്ടാക്കിയ മിക്സ് നമ്മൾ ഓരോ ബോളുകളാക്കി പിടിച്ചു വെക്കുക. അതിലേക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിതുപോലെ പഴം എന്ത് ചെയ്യുക, ഈ മാവ് എന്ത് ചെയ്യുക, ബോളുകളാക്കി വെക്കുക. അതിനുശേഷം അതൊരു ആവിച്ചെമ്പിലോട്ട് കയറ്റി ആവി കയറ്റി എടുക്കുക. ഒരു 15-20 മിനിറ്റ് മതിയാവും ആവി വെന്ത് വരാനായിട്ട്, ആവി കയറി. അതിനുശേഷം നമ്മൾ ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നോക്കുമ്പം നല്ല രീതിയിൽ മെൽറ്റായിട്ട് തേങ്ങയും ഇതൊക്കെ ആയിട്ട് മെൽറ്റായിട്ട് നല്ല രീതിയിൽ അലിഞ്ഞിറങ്ങുന്ന സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പഴം കൊഴുക്കട്ട ഇവിടെ റെഡിയായിരിക്കുന്നു.